ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ, ഇങ്ങനെ കാർഷിക മേഖലയിൽ തന്നെ കാലാവസ്ഥയിൽ ഉണ്ടാക്കുന്ന ഹരിതഗൃഹ വാതകങ്ങൾ പുറന്തള്ളുന്നതിൽ 25 മുതൽ 27% വരെ പങ്കുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ടാണ് ഇത് കാർഷിക മേഖലയിലുള്ള ഈ ആഘാതത്തെ കുറയ്ക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, അതിനാവശ്യമായിട്ടുള്ള നടപടികൾ എന്തെല്ലാം സ്വീകരിക്കണം. അങ്ങനെയുള്ള ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് പ്രത്യേകിച്ച് ഈ കാലാവസ്ഥാ വ്യതിയാനം ഇന്ന് രൂക്ഷമായിട്ട് നേരിടുന്ന ഏകദേശം 30-35 കോടിയോളം ജനങ്ങൾ പ്രാദേശിക ജനവിഭാഗങ്ങളാണ്. അപ്പൊ ആ ജനവിഭാഗങ്ങളെ സംരക്ഷിക്കാനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇന്ന് ലോകം മുഴുവനും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നടക്കുന്നൊരു ചെറിയ ഒരു പദ്ധതിയാണ്. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അഗ്രോ ഇക്കോളജി എന്നാണ്. ഞാൻ അഗ്രോ ഇക്കോളജിയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കറിയാം, നമ്മളെല്ലാം സുസ്ഥിര കൃഷി പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. നമ്മൾ ജൈവ കൃഷി എന്നോ പ്രകൃതി കൃഷി എന്നോ ബയോഡൈനാമിക് ഫാമിംഗ് എന്നൊക്കെ വിളിച്ചിട്ട് മണ്ണിനും പരിസ്ഥിതിക്കും ദോഷകരമല്ലാത്ത സുസ്ഥിരമായിട്ടുള്ള കാർഷിക രീതികൾ പിന്തുടരുന്ന കർഷകരാണ് ഇവിടെ കൂടിയിരിക്കുന്നതിൽ ഒരുപാട് ആളുകൾ.